മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകൾ കേരളത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ എത്തിയത് അതീവ ജാഗ്രത പുലർത്തേണ്ട വിഷയമാണെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. എൻ.ഡി.ആർ.എഫിന്റെ വിദഗ്ധ സംഘത്തെ സഹായത്തിനായി അയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയതായി അദ്ദേഹം പറഞ്ഞു. വളരെ ജാഗ്രതയോടെ കേരള സർക്കാരും ഈ വിഷയത്തെ കാണണം. ചീഫ് സെക്രട്ടറിയോടും കൊല്ലം, ആലപ്പുഴ ജില്ലാ കളക്ടർമാരോടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി. തീരദേശ മേഖലയിലെ ജനങ്ങൾ ശ്രദ്ധ പുലർത്തണമെന്ന് എം.പി. ആവശ്യപ്പെട്ടു. വളരെ ആശങ്കാകുലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ തെക്കൻ ഭാഗങ്ങളിലെ തീരപ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് കണ്ടെയ്നറുകൾ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉള്ള, ഇൻക്ലൂഡിങ് കാൽസ്യം കാർബൈഡ് അടക്കമുള്ള മെറ്റീരിയൽസ് ഉള്ള കപ്പലുകൾ, കണ്ടെയ്നറുകൾ വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രിയോട് ഇന്ന് കത്തിലൂടെ അഭ്യർത്ഥിച്ചിരിക്കുന്നത് അടിയന്തരമായി എൻ.ഡി.ആർ.എഫിൻ്റെ ഫുൾ എക്സ്പേർട്ട് ടീമിനെ, സാധാരണ എൻ.ഡി.ആർ.എഫ് ടീമല്ല, ഇതിനകത്ത് മറൈൻ എഞ്ചിനീയറിംഗ്, മറൈൻ ഫിഷറീസും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കടലിൻ്റെ മുഴുവൻ സാഹചര്യത്തെയും പ്രതികൂലമായി ബാധിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അറിയുന്നത് കൂടുതൽ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. 48 മണിക്കൂർ കഴിഞ്ഞു ഈ സംഭവം നടന്നിട്ട്. അപ്പോൾ അടിയന്തരമായിട്ട് ഒരു മിനിറ്റ് പോലും വൈകാതെ എൻ.ഡി.ആർ.എഫിൻ്റെ ഫുൾ എക്സ്പേർട്ട് ടീമിനെ ഉൾപ്പെടുത്തി അതിനകത്ത് ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ ഉണ്ടാവണം, എൻവിറോൺമെൻറ്റ് മിനിസ്ട്രിയുടെ ഉണ്ടാവണം, കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പേർട്ട് ടീമിനെ അടിയന്തരമായിട്ട് അയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്ത് എഴുതിയിട്ടുണ്ട്. വളരെ ജാഗ്രതയോടുകൂടി കേരള ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ കാണണം. ഞാൻ രാവിലെ ചീഫ് സെക്രട്ടറിയുമായിട്ടും അതുപോലെ കൊല്ലം, ആലപ്പുഴ കലക്ടറുമായിട്ടും സംസാരിക്കുകയുണ്ടായി. അവരൊക്കെ ഫീൽഡിലുണ്ട്. എന്തായാലും വളരെ ജാഗ്രതയോടുകൂടി തീരദേശത്തെ ജനങ്ങളും മത്സ്യബന്ധനത്തിന് പോകാതെ ഈ വരുന്ന കണ്ടെയ്നറിനടുത്തോട്ട് പോലും പോയി നിൽക്കാനുള്ള ജാഗ്രത നാട്ടുകാരുടെ ഭാഗത്ത് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം ഉണ്ടാവണം. എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ സാഹചര്യത്തെ നേരിടണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ആദ്യമായിട്ട്